സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ക്ഷമിക്കുന്നതിനെ കുറിച്ചാണ്. 7 പ്രാവശ്യമാണോ ക്ഷമിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് ചോദിക്കുക. എന്താണ് 7 ദിവസങ്ങൾ? 7ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പ്രാവശ്യം ഒരു ദിവസം ക്ഷമിച്ചാൽ മതിയോ എന്നാണ് ചിലപ്പോൾ ചോദിച്ചിരിക്കുക, അല്ലേ? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? ദിവസം ഓരോന്ന്. അങ്ങനെയാണ് ഒരു ചോദ്യം. ഞാൻ ഈയിടെയാണ് അതിൻ്റെ ഒരു വലിയൊരു സന്തോഷം കിട്ടിയത് എനിക്ക്. 7 ഇപ്പോൾ ഈശോയുടെ മറുപടി 70 പ്രാവശ്യം. നോക്കുക, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, 7 ദിവസം 70 പ്രാവശ്യം ക്ഷമിക്കാൻ, അതായത് അൺലിമിറ്റഡ് എന്നാണ് അതിൻ്റെ വേറൊരു മീനിങ് കേട്ടോ. ഒന്നും ഗുണിക്കാനൊന്നും പോകണ്ട. അൺലിമിറ്റഡ് എന്നാണ്, എപ്പോഴും ക്ഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഒരു ദിവസം 24 മണിക്കൂറിലേ ഉള്ളൂ. അതിലൊരു 8 മണിക്കൂർ ഉറങ്ങേണ്ട സമയമാണ്. ബാക്കി എത്രയുണ്ട്? 16. ഈ 16ലൊരു 5-8 മണിക്കൂർ അല്ലേ ജോലിയൊക്കെ ആയിട്ടങ്ങ് പോകും. പിന്നെ നമുക്ക് എത്ര സമയമുണ്ട് ഒരാളുമായിട്ടൊക്കെ സംവദിക്കാനൊക്കെ? വളരെ കുറച്ച് സമയമുള്ളൂ. ആ മണിക്കൂറിൽ, ഒരു ദിവസം 24 മണിക്കൂറിൽ ആകെ കിട്ടുന്ന ഒരു 8 മണിക്കൂർ അല്ലെ ഒരു 5 മണിക്കൂറൊക്കെ ഉള്ളു എനിക്ക് തോന്നുന്നത് സാധാരണ കിട്ടുന്നത്. ഈ 5 മണിക്കൂറിൽ 70 പ്രാവശ്യം ക്ഷമിക്കേണ്ട ഒരവസ്ഥയിലാണോ നീ? വളരെ പരിതാപകരമാണ് എൻ്റെ അവസ്ഥ കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കൃപ തരണമേ, എപ്പോഴും ക്ഷമിക്കാൻ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ഇതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.